CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടി ഇഡിയുടെ ചോദ്യമുനയിലേക്ക് വെള്ളിയാഴ്ച കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകണമെന്ന് നിർദ്ദേശിച്ച് ഇഡി വീണയ്ക്ക് നോട്ടീസ് നൽകി. വീണയും CMRL മാനേജിംഗ് ഡയറക്ടർ SN ശശിധരൻ കർത്തയും ഉൾപ്പെടെ 9 പേർക്കാണ് ഇഡിയുടെ സമൻസ്. എക്സാലോജിക് CMRL മാസപ്പടി കേസിൽ റെയ്ഡിന് പിന്നാലെ ദ്രുതഗതിയിൽ അടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വീണ ടി, CMRL MD ശശിധരൻ കർത്ത, മകൻ ശരൺ S കർത്ത, CMRLലെ പ്രധാന ഉദ്യോഗസ്ഥർ തുടങ്ങി 9 പേർ വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഇഡി സമൻസ് അയച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ 2,78,00,000 രൂപ CMRLൽ നിന്ന് കൈപ്പറ്റിയത് ഏത് സേവനത്തിനാണ്, ഈ തുക എന്തിനു വേണ്ടി ചിലവഴിച്ചു എന്നീ കാര്യങ്ങളാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് SFIOയുടെ കയ്യിലുള്ള 134 രേഖകൾ ആവശ്യപ്പെട്ടുള്ള ഇഡിയുടെ ഹർജി കോടതി അംഗീകരിച്ചിരുന്നു. ഈ രേഖകളുടെയും റെയ്ഡിൽ വീടുകളിൽ നിന്ന് കണ്ടെത്തിയ ഡിജിറ്റൽ തെളിവുകളുടെയും അടിസ്ഥാനത്തിലായിരിക്കും ചോദ്യം ചെയ്യൽ. കമ്പനീസ് ആക്ട് പ്രകാരം വീണ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെന്ന് പരാതിക്കാരൻ ഷോൺ ജോർജ്. സംസ്ഥാന സർക്കാരിന് കൂടി ഉടമസ്ഥാവകാശമുള്ള ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ നിന്നാണ് ഈ ലൂട്ടിംഗ് നടന്നിട്ടുള്ളത്. 200 കോടി രൂപയിലധികം വരും. അതിൽ അക്കൗണ്ടിൽ തന്നെ 2,86,00,000 രൂപ വീണയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുൻ മുഖ്യമന്ത്രിയുടെ മകളെന്ന നിലയിൽ തന്നെ ആ സ്റ്റാറ്റസിൽ തന്നെ മറുപടി പറയേണ്ടതിൻ്റെ വലിയ ഉത്തരവാദിത്വം വീണയ്ക്കുണ്ട്. ഇതിന്മേൽ അന്വേഷണം മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ഈ പണം തിരികെ പിടിക്കാനുള്ള നടപടിയും അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തുനിന്നുണ്ടാണ്. CMRLന് സേവനം ലഭിച്ചത് പിണറായി വിജയനിൽ നിന്നാണെന്ന് മാത്യു കുഴൽനാടൻ MLA. എന്തിനു വേണ്ടി പണം നൽകി, അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് അഴിമതിയുടെ കാര്യങ്ങൾ വരികയും വീണ വിജയന്റെ പിതാവായ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിന്റെ പ്രതിപട്ടികയിലേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നത്. കേസ് അന്വേഷണത്തിനുള്ള നിയമ തടസ്സങ്ങളെല്ലാം ഒഴിഞ്ഞതോടെ പിടിമുറുക്കുകയാണ് ഇഡി. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.